നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകി. ബജറ്റ് ഫെബ്രുവരി 2-ന് അവതരിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. KPCCയുടെ രാഷ്ട്രീയ ജാഥ നടക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. നേരത്തെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-നാണ് നിശ്ചയിച്ചിരുന്നത്. KR സാജു വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരം. സാജു, എന്താണ് ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം? അജിംസ, ഇപ്പോൾ സംസ്ഥാനത്തെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനായി സർക്കാർ ഗവർണർക്ക് ശുപാർശ നൽകിയിരിക്കുന്നത് ജനുവരി 25 മുതൽ ഫെബ്രുവരി 14 വരെയും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 27 വരെയും എന്ന നിലയിലാണ്. തുടർന്ന് ഫെബ്രുവരി 5-ന് ബജറ്റ് അവതരിപ്പിക്കാനുള്ള തീരുമാനവും തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ പൊതുചർച്ച നടത്താനുള്ള രീതിയിലുമാണ് നിയമസഭയുടെ കലണ്ടർ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിലാണ് KPCC അവരുടെ രാഷ്ട്രീയ ജാഥ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ചേർന്നാണ് സമരാഗ്നി എന്ന പേരുള്ള ജാഥ കാസർഗോഡ് നിന്ന് നയിക്കുക. അത് ഫെബ്രുവരി 9 മുതലാണ് നടക്കുന്നത്. അത് നടക്കണമെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം പ്രതിപക്ഷ അംഗങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടും. അതിനാലാണ് ഇപ്പോൾ തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്കും പാർലമെന്ററി കാര്യ മന്ത്രിക്കും നൽകിയിരിക്കുന്നത്. ആ കത്തിൽ ബജറ്റ് ഫെബ്രുവരി 2-നാക്കണമെന്നും 5, 6, 7 തീയതികളിൽ പൊതുചർച്ചയും ക്രമീകരിച്ചുകൊണ്ട് ഫെബ്രുവരി 9 മുതൽ 25 വരെയുള്ള കാലയളവിൽ നിയമസഭ ചേരുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യവുമാണ് മുന്നോട്ട് വെച്ചേക്കുന്നത്. കത്തിൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നതെങ്കിലും ഇതിനകത്ത് പ്രതിപക്ഷത്തിന് മറ്റൊരു ചില വിമർശനങ്ങൾ കൂടിയുണ്ട്. ഇത് ജാഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ തീയതി തയ്യാറാക്കിയത് എന്ന വിമർശനം പ്രതിപക്ഷ അംഗങ്ങൾക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്ന രീതിയാണ് ഉള്ളത്. പക്ഷേ ഇത്തവണ ഫെബ്രുവരി 5 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ബജറ്റ് അവതരിപ്പിക്കാൻ വെച്ചത് തന്നെ ഈ 9-ാം തീയതി എന്ന പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ തീയതി മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഇതിൽ തീരുമാനമെടുക്കുക നിയമസഭാ സമ്മേളനം ചേരുന്ന ദിവസം BAC യോഗം ചേരും. ആ BAC യോഗത്തിൽ മാത്രമായിരിക്കും ഇക്കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പ്രതിപക്ഷം സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ ആവശ്യങ്ങൾ അവരുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുമ്പോൾ സർക്കാർ അംഗീകരിച്ചു കൊടുക്കലാണ്. അതുപോലെ തന്നെ ഭരണപക്ഷത്തെയും അത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ആ സഭാ കാലയളവിലെ ആ ദിവസങ്ങളിലെ സമ്മേളനം ഒഴിവാക്കുകയും മറ്റും ചെയ്യുന്ന കീഴ്വഴക്കങ്ങളുണ്ട്. സ്വാഭാവികമായും ഇതൊരു BAC യോഗത്തിൽ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടാവുക. അജിംസ്. ശരി സാജു.